നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു റവ പുട്ടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ അരിപ്പുട്ടൊക്കെ കഴിച്ചിട്ട് ബോറായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തത്. നിങ്ങൾക്ക് നോർമൽ റവ വേണമെങ്കിലും എടുക്കാം, പക്ഷേ വറുത്ത റവയായിരിക്കും നമ്മളുടെ ഈ പുട്ടിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇത് നനച്ചെടുക്കാൻ കുറച്ച് വെള്ളം വേണം. പിന്നെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് തേങ്ങയും വേണം. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറവായിട്ട് വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ കൂടെ കുറച്ച് പഞ്ചസാര കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ഈ പുട്ടുണ്ടാക്കാം കേട്ടോ. നമുക്കിനി ഈ റവയൊന്ന് നനച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഞാൻ ഈ വറുത്ത റവ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ എപ്പോഴും ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് നാക്കിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പൊക്കെ റവയിലൊന്ന് മിക്സായി വരണം. ഇനി നമുക്ക് കുറച്ച് വെള്ളമായിട്ട് ഒന്ന് തളിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ റവയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് നനച്ചെടുക്കണം. എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്കിതൊന്ന് നനച്ചെടുക്കാൻ. പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചെയ്യുന്നത് പോലെയല്ല, റവ പുട്ട് ചെയ്യുമ്പം വെള്ളം സാധാരണ പുട്ടിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. ആദ്യമൊക്കെ പുട്ട് ചെയ്യുമ്പോൾ ഓക്കെ, രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം ഈ മാവൊന്ന് പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നമ്മൾ ഈ വെള്ളമൊക്കെ വലിച്ചെടുത്ത് റവ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് കുറച്ചുകൂടെ വെള്ളം തളിച്ചു കൊടുക്കാമേ. ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നനച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പുട്ടുപൊടി കയ്യിലെടുത്തിട്ട് ഈ റവ പൊടി കയ്യിലെടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി നോക്കുമ്പോൾ ഒരു ബോൾ പോലെ നമുക്കിതൊന്ന് ആക്കാൻ പറ്റണം. അതാണ് എല്ലാ പുട്ടിൻ്റെയും കറക്റ്റായിട്ടുള്ള പാകം. നമ്മൾ ഏത് പുട്ടുപൊടി നനച്ചാലും നമുക്കങ്ങനെ റൗണ്ടാക്കി എടുക്കാൻ പറ്റണം. നമുക്കിനി ഇതൊരു മിക്സിയിലേക്ക് മാറ്റാം. നമ്മളിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പൊടിയൊന്നും ആക്കണ്ട. ഇപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഇതിൽ ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യമേ നനയ്ക്കുമ്പോൾ അതിലൊട്ടും കട്ടയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റവയുടെ പൊടിയൊക്കെ നമ്മുടെ പുട്ടിന് കറക്റ്റ് പാകമായിട്ട് വരും. ഒട്ടും കട്ടിയില്ലാതെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി പുട്ട് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പുട്ട് കുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എനിക്കെപ്പോഴും പുട്ടിൽ തേങ്ങ കുറച്ച് കൂടുതൽ വേണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന റവയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പകുതി ഭാഗത്തോളം നമുക്ക് നിറച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും അടുത്ത ലെയർ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്കിത് ഓൾമോസ്റ്റ് ഒന്ന് ഫുള്ളാവുന്നത് വരെ റവയുടെ നനച്ച പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ലെയറേ റവ പൊടി ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ 3 ലെയർ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് വീണ്ടും
കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഇട്ടിട്ട് ഈ തേങ്ങ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സർ വേണമെങ്കിൽ ഇതിന് മേലെ ചേർക്കാം കേട്ടോ. അതേപോലെ നമ്മൾ റവയൊക്കെ പൊടി കുഴയ്ക്കുമ്പോൾ അതിലെപ്പോഴും കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കുഴയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടും. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു പുട്ടുകുടത്തിൽ പകുതി വെള്ളം വെച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് അതിൽ നിന്ന് ആവി വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ പുട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പുട്ട് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്തെടുക്കും. ഈ പുട്ടിൻ്റെ മേലെ നിന്ന് ആവി വരണം, അതാണ് കണക്ക്. ഇനി നമുക്ക് നമ്മുടെ ഈ റെഡിയായ പുട്ടുകുറ്റിയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈ പുട്ടുകുറ്റിയുടെ മേലെ നിന്ന് ആവി വന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് അതൊന്ന് നടുവിൽ കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് പുറത്തെടുത്ത് കഴിയുമ്പോൾ ക്ലീൻ ആയിട്ട് വരണം. ഈ റവയുടെ പൊടിയോ പുട്ടിൻ്റെ പൊടിയോ ഒന്നും അതിലൊട്ടും പറ്റിയിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇപ്പം നമ്മുടെ ചൂടുള്ള ആവി പറക്കുന്ന കിഡിലൻ റവ പുട്ട് റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് പഞ്ചസാരയോ ഇല്ലെങ്കിൽ ഇത്തിരി നെയ്യോ ചേർത്തിട്ട് ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് കറി ഇഷ്ടമാണെങ്കിൽ കടലക്കറിയോ മുട്ടക്കറിയോ ഒക്കെ വെച്ചിട്ട് ഇത് കഴിക്കാം. അപ്പോഴിത് നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ സാധാരണ പുട്ടൊക്കെ ചെയ്ത് മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയൊരു തവണ ഈ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ബാച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നനവ് കുറവാണെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് വേണം അത് വീണ്ടും നമ്മൾ പുട്ടുകുറ്റിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള റവ പുട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റും ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്